അപ്പോൾ നമ്മുടെ കച്ചോരിയെല്ലാം നല്ല സൂപ്പർ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള കച്ചോരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കച്ചോരി ഉണ്ടാക്കാനായിട്ട് മൈദ എടുക്കാം, ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ 1 കപ്പോ 2 കപ്പോ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ശേഷം ഈ ഇതുപോലെ അയമോദകം അത്യാവശ്യമായിട്ട് അയമോദകം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിലിങ്ങനെ ഇതൊന്ന് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് ഈ ഒരു കൈ കൊണ്ടങ്ങ് ക്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ 2 കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇടുക. അതിന് ശേഷം ഉപ്പിടുക. അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുക. അതിന് ശേഷം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വനസ്പതിയോ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് കുഴച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴയ്ക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ആ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വനസ്പതിയാണ് എടുക്കുന്നത്. നമുക്ക് എന്തും എടുക്കാം. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വരുന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറെ എന്ത് എണ്ണ, അതായത് സൺഫ്ലവർ ഓയിൽ, നല്ലെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് കുഴച്ച് നോക്കണം. ബോയിൽ ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് ആയിട്ടില്ല. കുറച്ചുകൂടെ ഓയിൽ വേണം. അപ്പോൾ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ വനസ്പതി ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഉതിർന്നു പോവാതെ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പിടിക്കണം, ഇതേപോലെ വരണം. ഇതാണ് അതിൻ്റെ ആ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട, നോർമൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് കുറച്ച് ഒഴിക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴച്ച് അതിൻ്റെ പാകത്തിന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു ഇതിൽ പാകത്തിനാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ചപ്പാത്തിയുടെ ഇച്ചിരി കൂടിയൊരു സോഫ്റ്റായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കണം, പുഴുങ്ങിയെടുക്കണം. പിന്നെ മസാല തയ്യാറാക്കാം. ഇതുപോലെ ഒരു നല്ല ക്ലോത്ത് കൊണ്ടോ അടച്ചു വയ്ക്കാം, പാത്രം കൊണ്ടോ അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടാണ് ഞാൻ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. നമ്മൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അപ്പോൾ കുറച്ച് മതി കേട്ടോ, കാരണം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടൊന്നും വേണമെന്നുണ്ട്. ഞാനിതുപോലെ ഒരു വനസ്പതിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് പിടിച്ചിരിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റും. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ കേട്ടോ. ഒന്ന് റോസ്റ്റാക്കി. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ എന്താ പറയുക, നമുക്ക് കുറച്ച് ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഒത്തിരി നാരങ്ങ നീര് ഒഴിച്ചാലും മതി. പിന്നെ നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ചെറിയ ഒരു ബോളായിട്ട് മാവെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. വെച്ചിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് അത് ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയും കൂടി പുരട്ടിക്കൊണ്ടാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അതിനുശേഷം ഇതേപോലെ ബാക്കി വരുന്ന മാവ് ഇതുമാതിരി മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കി കച്ചോരി നമുക്ക് ഇതേപോലെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിച്ചെടുക്കാം.
ഇതേപോലെ പൊള്ളി വരണം. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മുടെ കച്ചോരി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയും ചുട്ടെടുക്കാം. അപ്പോൾ ഇത് രണ്ട് വലിപ്പമായി കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എനിക്കൊരു ആദ്യം ഉണ്ടാക്കിയ ഇച്ചിരി വലുതായിട്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ചുറ്റി എടുക്കാം. ഇതിനൊപ്പം ഇതുപോലെ പച്ചമുളക് കൂടെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൂടെയാണ് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ പുതിന ചമ്മന്തി, പിന്നെ എന്തായാലും നമുക്കിഷ്ടമുള്ള സോസോ എന്തെങ്കിലും കൂടെ. പക്ഷേ പച്ചമുളക് പൊരിച്ചത് വളരെ മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കച്ചോരി ഉണ്ടാക്കൽ കഴിഞ്ഞിരിക്കും. നമ്മൾ കച്ചോരിയെല്ലാം പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കച്ചോരി നോക്കി എത്ര പെർഫെക്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.